ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുടെ നോമിനിയെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നമ്മൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് പ്രവാസി ക്ഷേമനിധി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ അവിടെ നമ്മൾ മുകളിൽ കാണുന്ന ലിങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തുന്നതാണ്. അവിടെ നമുക്ക് ലോഗിൻ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് കാണിക്കുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്തൊരു പേജിലേക്ക് എത്തും. അവിടെ നമ്മളെ കയ്യിലുള്ള യൂസർ നെയിം പാസ്വേഡ് വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ആണ് നമ്മൾ ഇവിടെ ഇത് ലോഗിൻ ചെയ്യേണ്ടത്. അത് ക്ലിയർ ആയിട്ട് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ചെയ്ത് അടിച്ചു കൊടുത്ത് അതിൽ ഉള്ള ക്യാപ്ചർ കോഡും തെറ്റാതെ ടൈപ്പ് ചെയ്ത് ലോഗിൻ എന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തുന്നതാണ്. അവിടെ നമുക്ക് ബ്ലൂ കളർ നിറത്തിൽ ഒരു കോളത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും മെമ്പർഷിപ്പ് നമ്പറും കാണാൻ സാധിക്കും. അതിന് ഇടതുവശത്തായിട്ട് നമുക്ക് അവിടെ നോമിനേഷൻ ചേഞ്ച് എന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് സംഗതികളുണ്ട് അവിടെ നമുക്ക് അടിയിലേക്ക് നോക്കുമ്പോൾ കാണും നോമിനേഷൻ ചേഞ്ച് എന്ന്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. അവിടെ നമുക്ക് ഓൾറെഡി നോമിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആളുടെ പേര് അവിടെ കാണിക്കും, എത്ര ശതമാനം എന്നുള്ളത് കാണിക്കും, എത്ര ആളുകളെ നോമിനേഷൻ കൊടുത്തത് എന്ന് കാണിക്കും. അതിന് താഴോട്ട് നോക്കിയാൽ നമുക്ക് പുതുതായിട്ട് ചേർക്കേണ്ട നോമിനിയുടെ ആളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പെർസെൻറ്റേജ്, പിന്നെ അവരുടെ ബന്ധം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ 1 MB സൈസിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സേവ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഒരു പോപ്പപ്പ് വരും. ഓക്കെ കൊടുക്കാനുള്ള ഒരു പോപ്പപ്പ് വരും. അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. നമ്മൾ പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോമിനിയുടെ പേര് ചേർക്കൽ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ അതിനടിയിൽ സ്റ്റാറ്റസ് എന്നുള്ള സ്ഥലത്ത് ചെക്ക് ചെയ്താൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാനും സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.